ഹലോ ഹായ്, ഇന്ന് നമുക്കൊരു ചെറിയ ടോപ്പിക്കാണ് പ്രൈവറ്റ് കമ്പനി, ടൈപ്സ് ഓഫ് കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനി എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ഇത്. ഓക്കെ, ഇതിൽ പോയിൻ്റാണ് നമുക്കറിയാലോ, എപ്പോഴും പറയണ പോലെ ലോ എന്നുള്ളത് നമുക്ക് ആ കീവേഡ് അതേപോലെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി പ്രൈവറ്റ് കമ്പനി എന്നുള്ളത് സെക്ഷൻ 268 പറയണത്. ഓക്കെ, പ്രൈവറ്റ് കമ്പനി എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഞാനിവിടെ റെഡായിട്ട് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ പോയിൻ്റൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈവറ്റ് കമ്പനി എന്താണ്? പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിംഗ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് വിച്ച് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾ. ഓക്കെ, മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയണ ഏതിലാണ്? ആർട്ടിക്കിളിലാണ്. ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. അതെന്താണെന്നുള്ളത് നമുക്കിനി പഠിക്കും. ഓക്കെ, ഇനി അതിലെന്താ പറയണത്? അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെസ്ട്രിക്റ്റ് ആണ് ചെയ്യണത്. ഓക്കെ, പ്രൊഹിബിറ്റ് അല്ല ചെയ്യണത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഇതിൽ ലിമിറ്റ് നമ്പർ ഓഫ് മെമ്പർ എത്രയായിട്ടാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്? 200 ആയിട്ടാണ്. പക്ഷേ ഇൻ കേസ് 1% കമ്പനി, OPC കമ്പനി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. OPC കമ്പനിയിൽ ഒരു മെമ്പറെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലാത്ത കേസിൽ എന്താണ്? 200 ആയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാക്സിമം നമ്പർ ഓഫ് മെമ്പർ എന്ന് പറഞ്ഞാൽ 200 ആണെന്ന്. അപ്പോൾ മിനിമം എത്രയാണ്? മിനിമം 2 മെമ്പേഴ്സാണ് വേണ്ടത്. ഈ പ്രൈവറ്റ് കമ്പനിയിൽ മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ മിനിമം 2ഉം മാക്സിമം 200ഉമാണ്. അപ്പോൾ ഡയറക്ടറിൻ്റെ കാര്യമോ? ഡയറക്ടർ മിനിമം 2ഉം മാക്സിമം 15ഉമാണ്. ഓക്കെ, ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അതും ഇതിൻ്റെ കൂടെ പ്രൈവറ്റ് കമ്പനി എന്നൊക്കെ പറയാൻ നേരത്ത് അതും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് പലതും പലയിടത്തായിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷെ നിങ്ങളതിന് നോട്ട് എഴുതാൻ നേരത്തേക്കും അതെല്ലാം ഒരുമിച്ച് ചേർത്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് എന്താണ്? നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നുള്ളത് 200 ആണ്. പിന്നെ അടുത്ത എന്താ റെഡി ചേർത്തിരിക്കണേ? പ്രൊഹിബിറ്റ് എനി ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി സെക്യൂരിറ്റി ഓഫ് ദ കമ്പനി. ഓക്കെ, പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് എനി ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി സെക്യൂരിറ്റി ഓഫ് ദ കമ്പനി. ഓക്കെ, ഇനി വേറൊരു കാര്യമുണ്ട്. എന്താണ്? അതിൻ്റെ കൂടെ ചേർത്ത് എഴുതാൻ പറ്റിയ ഒരു കാര്യമാണ് കൗണ്ടിങ് ഓഫ് നമ്പേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു എത്രയാണ്? മാക്സിമം 200 നമ്പേഴ്സ് ആണെന്ന്. ആ 200 നമ്പേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യാൻ നേരത്ത്, 200 പേരെ എണ്ണാൻ നേരത്ത് ചിലവരെയൊക്കെ ചേർക്കില്ല, ചിലവരെയൊക്കെ ആ നമ്പറിൽ ഉൾപ്പെടുത്തില്ല, ചിലവരെയൊക്കെ ആ നമ്പറിൽ ഉൾപ്പെടുത്തും. അത് ആരൊക്കെയാണെന്ന് നമുക്കറിയണം അല്ലേ? ആ 200 എന്നുള്ള നമ്പറിന്റെ കൗണ്ട് നോക്കാൻ നേരത്ത് ആരൊക്കെ അതിൽ ഉൾപ്പെടും, ആരൊക്കെ നമ്മൾ ഉൾപ്പെടുത്തില്ല എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 2 or more person ഹോൾഡ്, അതായത് 2 അതിലധികമോ പേര് ചേർന്നിട്ട് 1 അതിലധികമോ ഷെയർ ജോയിന്റ് ആയിട്ട് വാങ്ങിക്കൂലേ ഇല്ലേ? 2-3 പേര് ചേർന്നിട്ട് ഒരു ഷെയർ, ചിലപ്പോൾ പൈസ ഇല്ലാത്ത കാരണം ഒരു ഷെയർ അല്ലെങ്കിൽ 2 ഷെയറൊക്കെ ഒരുമിച്ച് വാങ്ങിക്കും അല്ല. അങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2-3 പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഓരോരുത്തരായിട്ട് ഈ 200 നമ്പേഴ്സിന്റെ ഉള്ളിൽ വരില്ല. അവരെങ്ങനെ വരുള്ളൂ? അവരെ സിംഗിൾ മെമ്പറായിട്ട് എടുക്കുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 3 പേര് ചേർന്നിട്ട് ഒരു ഷെയർ വാങ്ങിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ MRP ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം ഒക്കെയാണ് അതിന്റെ ഷെയറിന്റെ ഇപ്പോഴത്തെ വാല്യൂ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യും? ഇപ്പോൾ 50-50 ഇട്ടിട്ടുണ്ടെങ്കിൽ 3 പേർക്ക് വാങ്ങിക്കാമല്ലോ. അങ്ങനെ 3 പേരും എടുത്ത് അങ്ങനെ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെ ഒരു ഷെയർ അല്ലേ ഉള്ളൂ. ആ ഒരു ഷെയർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സിംഗിൾ മെമ്പറായിട്ട് കാണുള്ളൂ. 3 പേര് 50-50 ഇട്ടതാണെന്ന് പറഞ്ഞ് 3 ആയിട്ട് ആ 200ൽ കൗണ്ട് ചെയ്യില്ല. അവരെങ്ങനെ കാണുള്ളൂ? സിംഗിൾ മെമ്പറായിട്ടേ കാണുള്ളൂ. ഓക്കെ, ഇനി അടുത്ത എന്താണ് പറയുന്നത്? അവിടെ ജോലിയിലല്ല, employment of the company, person who are in the employment of the company shall not be counted. എന്താണ്? അവിടെ ജോലിയിലുള്ള ആൾക്കാർ തന്നെയാണ്, കമ്പനിയിൽ ജോലിയിലുള്ള ഇരിക്കുന്ന എംപ്ലോയി തന്നെയാണ് അവിടെ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ അവരെയും കൗണ്ട് ചെയ്യില്ല. ഇനി മുന്നേ ജോലിയിലുണ്ടായിരുന്നു, അതായത് പാസ്റ്റ് എംപ്ലോയി ഷാൽ നോട്ട് ബി കൗണ്ടഡ് എന്നാ പറയുന്നത്. അതായത് മുന്നേ ജോലിയിലുണ്ടായിരുന്നു, ജോലിയിലുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ വാങ്ങി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? പിന്നെ ജോലിയിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്ത് പോന്നു കഴിഞ്ഞിട്ടും പക്ഷെ എന്താണ്? നമ്മുടെ കയ്യിൽ ആ ഷെയർ ഉണ്ട്. അങ്ങനെയാണെന്നെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യില്ല? അവരെ കൗണ്ട് ചെയ്യില്ല. ഓക്കെ, അവരെ
നമ്മളത് കൗണ്ട് ചെയ്യില്ല. 200 എന്നുള്ളതിൽ കൗണ്ട് ചെയ്യില്ല. അപ്പോൾ ആരൊക്കെയാണ് 2-3 പേര് ചേർന്ന് ഒരു ഷെയർ വാങ്ങിയ അവരെ കൗണ്ട് ചെയ്യില്ല. അതേപോലെ തന്നെ അവരുടെ കമ്പനിയുടെ എംപ്ലോയീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കൗണ്ട് ചെയ്യില്ല. ഇനി പാസ്റ്റ് എംപ്ലോയി ആയിരുന്നാൽ കൂടി അവരെ കൗണ്ട് ചെയ്യില്ല. പിന്നെ കൗണ്ട് ചെയ്യും എങ്ങനെയുള്ളവരെന്നറിയോ, എക്സിസ്റ്റിംഗ് മെമ്പർ. ഇപ്പൊ നമ്മൾ അവിടുത്തെ എംപ്ലോയി ഒന്നുമല്ല, എക്സിസ്റ്റിംഗ് മെമ്പറാണ്. പിന്നെ നമ്മൾ ആ കമ്പനിയിൽ എന്ത് ചെയ്തു, ജോലിക്ക് വേണ്ടിയിട്ട് എംപ്ലോയി ആയിട്ട് ചേരുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൗണ്ട് ചെയ്യും. ഓക്കെ. പിന്നെ ഇതിലെന്താണ്, പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, സാധാരണ കമ്പനീസിനെ പോലെ നമുക്ക് ഷെയർ വാങ്ങിക്കാനോ വിൽക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ റെസ്ട്രിക്ഷൻസ് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് ഇതിന്റെ റെസ്ട്രിക്ഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇതിന്റെ റെസ്ട്രിക്ഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ആ റെസ്ട്രിക്ഷൻസിന്റെ ചുമതല അവർ കൊടുത്തിരിക്കുന്നത് ഡയറക്ടേഴ്സിനാണ്. റെസ്ട്രിക്ഷന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഡയറക്ടേഴ്സിനാണ്. ഡയറക്ടേഴ്സിനോടാണ് പറഞ്ഞിരിക്കുന്നത് ഇത്ര ഇങ്ങനെ എന്താണ് എല്ലാവരും റെസ്ട്രിക്ട് ചെയ്ത് വെച്ചോ, അങ്ങനെ ആർക്കും തോന്നിയതുപോലെ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ള പവർ കൊടുത്തിരിക്കുന്നത് ഡയറക്ടേഴ്സിനാണ്. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ്. പക്ഷേ ഈ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ബാനായിട്ട് തെറ്റിദ്ധരിക്കരുത് അല്ലെ. ബാൻ വേറെ, റെസ്ട്രിക്ഷൻ വേറെ. അതെന്താണ്, അതൊരു ബാൻ അല്ല. പക്ഷെ എന്താണ്, നമ്മൾ എല്ലാവരും എന്താണ് ഒരു തടഞ്ഞു നിർത്തണമാണ്. ഒരു ഷെയർ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങിക്കാൻ പാടില്ല, കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരെ തടഞ്ഞു നിർത്തുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ. പിന്നെ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ കാര്യത്തിലാണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കാര്യത്തിലല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പ്രൈവറ്റ് കമ്പനിയിൽ ലിമിറ്റ് ഉണ്ട് അല്ലെ. ലിമിറ്റ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ലിമിറ്റ് വന്നിരിക്കുന്നത് ആരുടെ കാര്യത്തിലാണ്? അത് മെമ്പേഴ്സിന്റെ കാര്യത്തിലാണ്. ഒരിക്കലും അത് ആരുടെ കാര്യത്തിലല്ല, ഡിബഞ്ചർ ഹോൾഡറിന്റെ കാര്യത്തിലല്ല. അത് നിങ്ങൾ ഓർത്തു വെക്കണേ, അത് മാറിപ്പോകരുത്. ഓക്കെ. അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയാൻ നേരത്ത് ഇത്രയും പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, അതൊക്കെ ഇതേപോലത്തെ സെന്റൻസ് തന്നെ മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ. Private company means a company having a minimum paid up share capital as may be prescribed and which by this article in the restrict the right to transfer, limit the number of members to 200, prohibit any invitation to a public to subscribe for any security of the company. എന്നുള്ള ആ ലൈൻ തന്നെ ഉൾപ്പെടുത്തുക. മാക്സിമം പോണത് ബാക്കിയുള്ള പോയിന്റ് ഒക്കെ അതിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. കൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് എന്ന് പോലെ എത്ര നമ്പർ എത്ര പേരെ ഉൾപ്പെടുത്താമെന്നുള്ള കാര്യമൊക്കെ അത് നമുക്ക് മനസ്സിലാവണ പോലെ അതേപോലെ എടുത്തു വെക്കുക. ഓക്കെ. ഇനി പിന്നെ റെസ്ട്രിക്ഷന്റെ കാര്യവും നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുക. പിന്നെ മെമ്പേഴ്സ് മിനിമം എത്ര, മാക്സിമം എത്ര, ഡയറക്ടർ മിനിമം എത്ര, മാക്സിമം എത്ര എന്നുള്ള കാര്യവും ഉൾപ്പെടുത്തി ഇത്രയും പോയിന്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എഴുതുക. പ്രൈവറ്റ് കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ.